18 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ചേഞ്ച് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എയർ ഡ്രോപ്പ് അപ്പൊ എയർ ഡ്രോപ്പ് എങ്ങനെ കളക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എയർ ഡ്രോപ്പ് കൊണ്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് തൊട്ട് താഴെയായിട്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വിഡ്രോ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈനാൻസ് ഓക്കേഷൻ പല എക്സ്ചേഞ്ചുകൾക്കും വാലറ്റുകളിലേക്കും വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. 18 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ചേഞ്ച് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാലറ്റിലേക്ക് ചെയ്യുക. ബൈനാൻസ് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കുമ്പോൾ ബൈനാൻസ് ക്ലിക്ക് ചെയ്തു അവിടെ ഐ ഹാവ് ഇറ്റ് കൊടുക്കുക. പിന്നെ തൊട്ട് നടത്തിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമന്റ് അഡ്രസ്സോട് മെമ്മോ അഡ്രസ്സും കൊടുക്കണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്പോട്ട് ആണോ ഫണ്ടിങ് ആണോ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ അത് കൊടുക്കുക. ഹാംസ്റ്റർ കോമന്റ് ടോക്കന് വേണ്ടിയിട്ട് ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പൊ ഹാംസ്റ്റർ കോമന്റ് ടോക്കൺ കാണും. അത് കൊടുത്ത് കഴിഞ്ഞാൽ ടോൺ ചെയിനിൽ മാത്രം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ ടോൺ ചെയിനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇത് വിഡ്രോ ചെയ്യാൻ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതേപോലെ തന്നെ മെമ്മോ അഡ്രസ്സും കിട്ടും. അതൊക്കെ പേസ്റ്റ് ചെയ്യുക. മെമ്മോ അഡ്രസ് കോപ്പി ചെയ്യുക. അതിനുശേഷം അതും പേസ്റ്റ് ചെയ്യുക. രണ്ടും പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് ചൂസ് കൊടുത്ത് ഇവിടെ ടിക്ക് മാർക്ക് കൂടി വരും. 18 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പറ്റില്ല. വാലറ്റ് ആയിട്ടോ കണക്ട് അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഒന്നുകൂടി മനസ്സിലാവുന്ന വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക. ബയോയിൽ ലിങ്ക് ഉണ്ട്.